പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കുക. BJP എന്ന വർഗീയ പാർട്ടി നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കി തിരികെ തരിക എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പകൽഹാമിൽ നടന്ന ഒരു വെടിവെപ്പ് ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒരു തീവ്രവാദ സംഘടനയുടെ മുകളിലേക്ക് കെട്ടിവെച്ച് അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും സംഘടനകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തെ പല തന്ത്രജ്ഞന്മാർ അറിയാതെ ഇതിലൊരു പരിപാടി നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പുൽവാമ ആക്രമണമൊക്കെ എടുത്തു നോക്കുക, അതിൻ്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കുക, പ്രോട്ടോകോൾ തെറ്റിച്ചിട്ടുള്ള അവരുടെ സഞ്ചാരപാത എടുത്തു നോക്കുക. അത്രയും സുരക്ഷിതമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കൂടി ഒരു തീവ്രവാദി ദിവസങ്ങളോളം കറങ്ങി നടക്കുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അതുപോലെയാണ് ഇപ്പോൾ നടക്കുന്ന പകൽഹാമിൽ നടന്ന സംഭവം. നമ്മൾ ഒരു അതിർത്തിയിൽ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ കടുത്ത സുരക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു അനിവാര്യം വെട്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അപാകതയിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഇത് അപാകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ ചിലരുടെ മുതലെടുപ്പ്, രാഷ്ട്രീയ മുതലെടുപ്പ്, അല്ലെങ്കിൽ ചില വലിയ വലിയ ചർച്ചകൾ താഴേക്ക് പോയി പുതിയ ചർച്ചകൾ കയറി വരാനുള്ള തന്ത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു പാകിസ്ഥാനെ കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് മുസ്ലിം തീവ്രവാദം, മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, മുസ്ലിങ്ങളെ ഇവിടുന്ന് ഓട്ടിക്കണമെന്നുള്ള ഒരു തന്ത്രം ഉണ്ടാക്കി വയ്ക്കുന്ന ഈ തന്ത്രജ്ഞന്മാരുടെ തലക്കടിച്ച് പുറത്താക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാം, ഇങ്ങനെ തുടർന്നു പോകുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇപ്പോൾ പലസ്തീൻ ഇസ്രയേലിനും അതുപോലെ തന്നെ പലസ്തീൻ അമേരിക്കയ്ക്കുമൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള തന്ത്രത്തുണ്ടാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനുള്ള തന്ത്രത്തുണ്ടാണ് ഈ പാകിസ്ഥാൻ എന്നതും ലഷ്കർ തൊയ്ബ എന്ന് പറയുന്ന സംഘടനകളൊക്കെ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തെ നിരവധി തന്ത്രജ്ഞന്മാർ അറിയാതെ ഈ പഴുതിലേക്ക് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരാനുള്ള ഒരു വകുപ്പും കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വിവരം.